കരുണയുടെ അവസാന മണിക്കൂർ 93. ഭയപ്പെടാതിരിക്കുക. ഞാനിത് പറയുന്നത് എല്ലാവരോടുമാണ്, മാനസാന്തരപ്പെട്ടവരോടും മാനസാന്തരപ്പെടാത്തവരോടും, എൻ്റെ പ്രത്യക്ഷീകരണങ്ങളിൽ വിശ്വസിക്കുന്നവരോടും വിശ്വസിക്കാത്തവരോടും, വിശ്വാസികളോടും അവിശ്വാസികളോടും എല്ലാവരോടും. ഈ മുന്നറിയിപ്പിൻ്റെ സമയത്ത് സംഭവിക്കുന്ന കരുണയുടെ അവസാനത്തെ വിളിക്ക് നിങ്ങൾ പ്രത്യുത്തരിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഭയത്താൽ പ്രലോഭിതരാകാതിരിക്കുക. പിന്നെയോ പരിശുദ്ധ കുർബാനയുടെ ആഘോഷത്തിൽ ഒരുമിച്ച് ചേരുക. ഭയപ്പെടാതിരിക്കുക, ഉത്കണ്ഠാകുലരാകുകയും വേണ്ട. ഈ വികാരങ്ങളൊന്നും തന്നെ ദൈവത്തിൽ നിന്നുള്ളതല്ല. ഇരുട്ടിൻ്റെ സന്തതികൾ തങ്ങളുടെ ഫലങ്ങൾ കൊണ്ട് തങ്ങളെ തന്നെ വെളിപ്പെടുത്താൻ തുടങ്ങിയിരിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അവരുടെ പ്രവൃത്തികൾ കൊണ്ട് നിങ്ങൾ അവരെ തിരിച്ചറിയും. എൻ്റെ ശത്രുവും അവൻ്റെ ഉപകരണങ്ങളായി വർത്തിക്കുന്നവരും എപ്പോഴും മറ്റുള്ളവരുടെ ശ്രദ്ധ ആകർഷിക്കാനാണ് ശ്രമിക്കുന്നത്. ഈ ലോകത്തിലെ അനേകം ആത്മാക്കൾ എൻ്റെ ശത്രുവിനെ സേവിക്കുകയും തങ്ങളുടെ ആത്മാക്കളെ പണത്തിനും അധികാരത്തിനും പ്രശസ്തിക്കും വേണ്ടി വിൽക്കുകയും ചെയ്യുന്നത് കാണുമ്പോൾ ഞാൻ ഏറെ സങ്കടപ്പെടുന്നു. പാവം മനുഷ്യർ, അവർ കരുതുന്നത് എല്ലാം ഒരു തമാശയാണെന്നാണ്. എന്നാൽ നിത്യതയിൽ അവരെ കാത്തിരിക്കുന്നത് എന്താണെന്ന് അവർ അറിയുന്നില്ല. എൻ്റെ ജനമേ, എൻ്റെ ശത്രുവിന് നിങ്ങളുടെ ആത്മാക്കളെ കവർന്നെടുക്കുക എന്നതല്ലാതെ നിങ്ങളിൽ മറ്റൊരു താല്പര്യവുമില്ല എന്ന് ദയവായി മനസ്സിലാക്കുക. ഈ ലോകത്തിൽ നിങ്ങൾ സേവിച്ച എല്ലാ പിശാചുക്കളും നരകത്തിൽ നിങ്ങളെ പീഡിപ്പിക്കും. ഇന്ന് കലാകാരന്മാർ, രാഷ്ട്രീയക്കാർ, ഭരണാധികാരികൾ, രാജാക്കന്മാർ, രാജകുമാരന്മാർ, ശാസ്ത്രജ്ഞർ, എഴുത്തുകാർ, കായിക താരങ്ങൾ, എന്തിന് എൻ്റെ പുത്രൻ്റെ സഭയുടെ ഉള്ളിലുള്ള അനേകരടക്കം ദശലക്ഷങ്ങൾ എൻ്റെ ശത്രുവിന് ശുശ്രൂഷ ചെയ്യുന്നവരാണ്. അത്രയധികം ആത്മാക്കൾ അന്ധകാരത്തിൻ്റെ രാജ്യത്തിന് വശീകരിക്കപ്പെടാൻ വേണ്ടി തങ്ങളെ തന്നെ വിട്ടുകൊടുത്തിരിക്കുന്നു. നന്ദിഹീനരായ ജനമേ, ദൈവത്തിലേക്ക് തിരിയാൻ ഇനിയും എന്താണ് നിങ്ങൾ കാത്തിരിക്കുന്നത്? നിങ്ങളുടെ ദുഷ്ടതയും പാപവും മൂലം നിങ്ങൾ ദൈവപിതാവിൻ്റെ മുന്നറിയിപ്പിനെ ചെറുത്തു നിൽക്കും എന്ന് ഞാൻ പറയുന്നു. സമയം കടന്നു പോകുകയാണ്. ഭോഷന്മാരാകാതിരിക്കുക. അനുതപിക്കുകയും എന്നേക്കുമായി മാനസാന്തരപ്പെടുകയും ചെയ്യുക. മാനസാന്തരപ്പെടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന സമ്മാനം നിത്യമരണമാണ്. അതുകൊണ്ട് കൃതജ്ഞരായ പാപികളെ എൻ്റെ അടുക്കിലേക്ക് വരിക. ഞാൻ നിങ്ങളുടെയും അമ്മയാണല്ലോ. നിങ്ങൾക്ക് വേണ്ടി, വിശിഷ്യ ആഭിചാര കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് വേണ്ടി ഞാൻ എത്രയധികം കരയുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ല. നിങ്ങളുടെ മ്ലേച്ഛമായ ആഭിചാര പ്രവൃത്തികൾ കൊണ്ട് നിങ്ങളുടെ സഹോദരരെ ബന്ധിച്ചിടുന്നത് കാണുമ്പോൾ എൻ്റെ ഹൃദയത്തിൽ എന്തുമാത്രം സങ്കടം ഉണ്ടാകുന്നുവെന്നോ. നിങ്ങൾ ചെയ്യുന്ന ഓരോ ആഭിചാര കർമ്മങ്ങളും എൻ്റെ ഹൃദയത്തെയും എൻ്റെ പുത്രൻ്റെ സ്നേഹാദ്രമായ ഹൃദയത്തെയും തുളച്ചു കയറുന്ന മുള്ളുകളാണെന്ന് എനിക്കറിയാമെന്ന് നിങ്ങൾ ഓർക്കണം. നിങ്ങളുടെ സഹോദരരെ നിങ്ങൾ ക്രൂശിക്കുന്നത് കാണുമ്പോൾ ഞങ്ങൾ എന്തുമാത്രം സഹിക്കുന്നുവെന്നോ. പരസ്പരം ദണ്ഡിപ്പിക്കുന്നത് നിർത്തുക. നിങ്ങൾ ഹൃദയപൂർവ്വം അനുതപിക്കുകയും ദൈവത്തിലേക്ക് തിരിയുകയും ചെയ്യുന്നുവെങ്കിൽ സ്വർഗം ആഹ്ലാദിക്കുകയും നിങ്ങളുടെ തിരിച്ചുവരവ് ആഘോഷിക്കാനായി വിരുന്നൊരുക്കുകയും ചെയ്യും. നിങ്ങൾ അന്ധകാരത്തിൽ നിന്ന് പുറത്തു വന്ന് ദൈവത്തിൻ്റെ പ്രകാശത്തിലേക്ക്, സ്നേഹത്തിലേക്ക് മടങ്ങി വരാനായി ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു. രാഷ്ട്രീയക്കാരെ പോലെ നിങ്ങളുടെ മരണമല്ല എൻ്റെ പിതാവ് ആഗ്രഹിക്കുന്നത്. പിന്നെയോ അവിടുന്ന് നിങ്ങളെ സ്വാഗതം ചെയ്യാനും നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കാനും നിങ്ങളെ പുതുവസ്ത്രം ധരിപ്പിക്കാനും നിങ്ങൾക്ക് നിത്യജീവൻ നൽകാനും കാത്തിരിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ആത്മാവിനെ അന്ധകാരത്തിൻ്റെ രാജാവിന് വിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് അനുതപിക്കാവുന്നതാണ്. കുമ്പസാരിക്കുകയും നിങ്ങളുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യുകയും ചെയ്യുക. നിങ്ങൾ അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ എൻ്റെ പിതാവ് നിങ്ങളോട് കരുണ കാണിക്കുകയും നിങ്ങളെ രക്ഷിക്കുകയും ചെയ്യുമെന്ന് ഞാൻ ഉറപ്പു തരുന്നു. എൻ്റെ മറുതലിക്കുന്ന മക്കളെ, എൻ്റെ പിതാവ് തുറന്ന കരങ്ങളുമായി നിങ്ങളെ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് തിടുക്കം കൂട്ടുക, പരിഹാരം ചെയ്യുക, നിങ്ങളുടെ കാര്യങ്ങൾ ക്രമപ്പെടുത്തുക. എന്തുകൊണ്ടെന്നാൽ രാത്രി സമീപിച്ചിരിക്കുന്നു. അതോടൊപ്പം നീതിയും. ധൂർത്തപുത്രന്മാരെ, മടങ്ങി വരാൻ ഇനി ഒട്ടും വൈകാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്.